നമസ്കാരം. നിരവധി സൂപ്പർ സ്റ്റാറുകളുടെ ജീവിതം നമുക്കും നിരവധി പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പരസ്പര സ്നേഹത്തിന്റെയും തിരിച്ചറിവുകളുടെയും പിന്തുണയിൽ ഒരാൾ മറ്റൊരാൾക്ക് കരുത്തും പ്രാണശ്വാസവുമായി മാറിയ ദമ്പതികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെയും സ്ത്രീയുടെ വിജയത്തിന് പിന്നിൽ ഒരു പുരുഷന്റെയും ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല. സിനിമാ മേഖലയിലുമുണ്ട് അത്തരം താരദമ്പതികൾ. അതിലൊന്നാണ് നടൻ മമ്മൂട്ടിയുടെയും ഭാര്യ സുൽഫത്തിന്റെയും ജീവിതം. 70 കഴിഞ്ഞ മമ്മൂട്ടിയുടെ സന്തൂർ വൈഫ് മമ്മൂട്ടിക്കൊപ്പം ആ ലുക്ക് നിലനിർത്തി സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക എന്നത് ചെറിയ കാര്യമല്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. മമ്മൂട്ടി ഫാൻസിന് പോലും അത്രയധികം അറിയാത്ത മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും പ്രണയകഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു മമ്മൂട്ടിയുടെയും സുൽഫത്തും തങ്ങളുടെ പ്രണയത്തിന്റെ വാർഷികം ആഘോഷിച്ചത്. ഭാര്യയെക്കുറിച്ച് പറയാൻ 100 നാവാണ് അദ്ദേഹത്തിന്. എന്റെ നല്ല സുഹൃത്താണ് എന്റെ ഭാര്യയെന്ന് പലവട്ടം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ആളാണ്. കാര്യങ്ങളെ നമ്മൾ കാണുന്ന പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മൂല്യത്തോടെ കാണുന്ന ആളാണ്. അതൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ അല്ല. പക്ഷേ അങ്ങനെ ഒരാളാണ് സുലു എന്നാണ് അദ്ദേഹം പലപ്പോഴും സുലുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നടനും മമ്മൂക്കയുടെ മകനുമായി ദുൽഖർ സൽമാൻ പോലും മാതൃകയാക്കുന്നത് ഉപ്പച്ചിയെയും ഉമ്മച്ചിയെയുമാണ്. ഇരുവരുടെയും ഇത്രയും വർഷം നീണ്ട ദാമ്പത്യം ഒരിക്കൽ പോലും പരിഭവങ്ങളുടെയും പിണക്കത്തിന്റെയും ആയിരുന്നില്ല. മറിച്ച് ആദ്യം ഇക്കാക്കയെ കണ്ടപ്പോൾ തോന്നിയ പ്രണയം തെല്ലൊന്ന് കുറയാതെ ഏറ്റവും പവിത്രമായി സുലു ഇന്നും സൂക്ഷിക്കുന്നു. തങ്ങളുടേത് ഒരു പ്രണയവിവാഹമായിരുന്നില്ലെന്ന് സുലുവും മമ്മൂക്കയും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇച്ചാക്കയെ താൻ ചെറുപ്പത്തിൽ തന്നെ കണ്ടിട്ടുണ്ടെന്ന് സുലു പറയുമ്പോൾ താൻ ആദ്യമായി കാണുന്നത് പെണ്ണുകാണലിന്റെ അന്നായിരുന്നു എന്നാണ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ഇരുവരും പറഞ്ഞത്. മൂന്നാമത്തെ പെണ്ണുകാണലായിരുന്നു സുലു. ആദ്യം 2 എണ്ണം കഴിഞ്ഞു. ആദ്യത്തെ 2നെയും ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ സുലുവിനെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് മമ്മൂട്ടിയാണ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. സുലുവിന് മമ്മൂട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്നോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മുഖം അല്പം കുനിച്ച് ഊറിച്ചിരിച്ചുകൊണ്ട് സുലു പറഞ്ഞു, ഐ ലൈക്ക് ഹിം. വിവാഹ വാർഷികത്തിന്റെ ഈ വേളയിൽ ഈ അഭിമുഖം വീണ്ടും മമ്മൂട്ടി ഫാൻ പേജുകൾ നിറയുകയാണ്. സുലുവിനെ കുറിച്ച് പറഞ്ഞ മമ്മൂക്കിയുടെ വാക്കുകൾ ഇങ്ങനെ: നിങ്ങൾ എന്നെക്കുറിച്ച് കേട്ടിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ വീട്ടിലും. അത്യാവശ്യം ചൂടാകുന്ന പരിക്കത്തരമുള്ള ആളാണ് ഞാൻ വീട്ടിലും. അതൊക്കെ സുലു സഹിക്കുന്നത് തന്നെ വലിയ കാര്യം. സിനിമാ തിരക്കുകൾ മൂലം പലപ്പോഴും വീട്ടിലുണ്ടാകാറില്ല. പലപ്പോഴും അകന്നു നിൽക്കാറായിരുന്നു പതിവ്. അന്നൊക്കെ എല്ലാം നോക്കി നടത്തിയത് സുലുവായിരുന്നു. ഇതൊക്കെയാണ് അവളുടെ ഏറ്റവും വലിയ ക്വാളിറ്റികൾ. പിന്നെ നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്. വായിക്കുകയും ആരും അറിയാതെ എഴുതുകയും ചെയ്യുന്ന ആളാണ് സുലു. മമ്മൂട്ടി വാചാലനാകുന്നു. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയുടെ 1971 ഓഗസ്റ്റ് 6 ജൂനിയർ ആർട്ടിസ്റ്റായി എത്തി ഇപ്പോൾ ലോകത്തിന് മുന്നിൽ മലയാള സിനിമയുടെ തന്നെ മുഖമായി മാറിയ മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമയിലെത്തിയിട്ട് 50 വർഷം തികയുകയാണ്. ഒരു പാട്ട് സീനിൽ വള്ളത്തിൽ പങ്കായം പിടിച്ചിരിക്കുന്ന പൊടിമീശക്കാരനായിട്ടായിരുന്നു മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം. പക്ഷെ അന്ന് ആരും വിചാരിച്ചു കാണില്ല ആ വള്ളത്തിൽ കയറി പങ്കായം പിടിച്ചിരിക്കുന്ന പൊടിമീശക്കാരൻ മലയാള സിനിമയുടെ അമരക്കാരനാകുമെന്ന്. 70 കഴിഞ്ഞിട്ടും പുതിയ വേഷങ്ങൾ തേടിയുള്ള യാത്രയിലാണ് അദ്ദേഹം. പ്രണയിച്ച് വിവാഹം ചെയ്തവരല്ല മമ്മൂട്ടിയും സുൽഫത്തും. പക്ഷേ വിവാഹത്തിന് ശേഷം മമ്മൂട്ടിയെയും സുൽഫത്തിനെയും പോലെ പ്രണയിക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടുമില്ല. അതിന് സാക്ഷിയായ മകൻ ദുൽഖർ സൽമാൻ ഒരിക്കൽ ആ പ്രണയത്തെക്കുറിച്ച് വാചാലനായിട്ടുണ്ട്. ബാപ്പച്ചി വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ഓരോ ഷോർട്ട് ബ്രേക്കിലും ഉമ്മച്ചിയെ വിളിക്കും. എത്ര ദൂരെയാണെങ്കിലും അവർ എപ്പോഴും ഒരുമിച്ചാണ്. ഇത്രമാത്രം സംസാരിക്കാൻ എന്താണ് അവർക്കിടയിലെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അവരെ പോലെ പ്രണയിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ പ്രണയം എൻ്റെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ആണെന്നാണ് ദുൽഖർ പറഞ്ഞത്. വീട്ടുകാരായി ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയ വിവാഹമായിരുന്നു മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും. അഭിഭാഷകനായ മുഹമ്മദ് കുട്ടി എന്ന ആളെയാണ് സുൽഫത്ത് വിവാഹം കഴിച്ചത്. തന്റെ ഭർത്താവ് ഒരു സിനിമാ ഭ്രാന്തനാണ് എന്ന സത്യം വിവാഹത്തിന് ശേഷമാണ് സുൽഫത്ത് അറിഞ്ഞത്. നിക്കാഹിന് ശേഷം മുഹമ്മദ് കുട്ടി സുൽഫത്തിനോട് പറഞ്ഞു, ഞാനൊരു അഭിഭാഷകൻ മാത്രമല്ല സിനിമാ നടൻ കൂടെയാണെന്ന്. പക്ഷേ സുൽഫത്ത് അത് വിശ്വസിച്ചില്ല. 2-3 സിനിമകൾ സാജൻ എന്ന പേരിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും സുൽഫത്ത് തമാശയെ കണ്ടു. അവസാനം താൻ പുതുതായി അഭിനയിക്കുന്ന മേള എന്ന ചിത്രത്തിന്റെ സംവിധായകനെ വിളിച്ച് ഭാര്യയെ ലൊക്കേഷനിലേക്ക് കൊണ്ടുവന്നോട്ടെ എന്ന് മമ്മൂട്ടി അനുവാദം ചോദിച്ചു. അങ്ങനെ സുൽഫത്തിനെയും കൂട്ടി മമ്മൂട്ടി മേളയുടെ സെറ്റിലെത്തി. സിനിമയിൽ അഭിനയിക്കുന്ന നടൻ മാത്രമല്ല, സിനിമ എന്നാൽ മുഹമ്മദ് കുട്ടിക്ക് പ്രണയമാണ് എന്ന് സുൽഫത്ത് അവിടെ വെച്ച് മനസ്സിലാക്കി. സിനിമയെ ഹറാമായി കാണുന്ന മട്ടാഞ്ചേരിയിലെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന സുൽഫത്തിന് അന്നേ മുഹമ്മദ് കുട്ടിയുടെ ആ ആഗ്രഹത്തിന് കൂച്ചുവിലങ്ങിടാമായിരുന്നു. പക്ഷേ സുൽഫത്ത് അത് ചെയ്തില്ല. വക്കീലുദ്യോഗം നിർത്തി മുഴുവൻ സമയം സിനിമയ്ക്ക് പിന്നാലെ പോയപ്പോഴും ഭർത്താവിന്റെ ആഗ്രഹത്തിനൊപ്പം നിന്നു. മമ്മൂട്ടി എന്നാൽ മികച്ച നടൻ എന്നതിനപ്പുറം ഒരു പെർഫെക്റ്റ് ഫാമിലി മാനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം കുടുംബത്തിന് നൽകുന്ന പിന്തുണ അത്ര വലുതാണ്. എന്തെന്നാൽ സുൽഫത്ത് അതുപോലെയാണ് മമ്മൂട്ടിയെ പരിഗണിച്ചതും കൂടെ നിന്നതും. സിനിമയിൽ മിന്നിക്കയറുന്ന സമയത്ത് മമ്മൂട്ടിയെ ചേർത്ത് പല ഗോസിപ്പുകളും വരാൻ തുടങ്ങി. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സുൽഫത്തിനെ പിന്നീട് സെറ്റുകളിൽ മമ്മൂട്ടി കൂടെ കൂട്ടിയത്. എവിടെയൊക്കെ മമ്മൂട്ടിയുണ്ടോ അവിടെയൊക്കെ സുൽഫത്തും ഉണ്ടാവും. മകൻ സിനിമയിലേക്ക് വരണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോഴും സുൽഫത്ത് തടഞ്ഞില്ല. വാപ്പയ്ക്ക് കൊടുത്ത അതേ പിന്തുണയും പ്രോത്സാഹനം ദുൽഖറിനും സുൽഫത്ത് നൽകി. അതേസമയം നാട്ടുനടപ്പ് അനുസരിച്ചായിരുന്നു 1979 മെയ് 6 മമ്മൂക്കയുടെയും സുൽഫത്തിന്റെയും വിവാഹം. LLB പഠനം കഴിഞ്ഞ് വക്കീലായി പ്രാക്ടീസ് ചെയ്യുകയും ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു വരവെയാണ് 28-ാം വയസ്സിൽ മമ്മൂട്ടി വിവാഹിതനാകുന്നത്. ആദ്യ 1-2 പെണ്ണുകാണലുകൾ കഴിഞ്ഞപ്പോഴാണ് 17-കാരിയും അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയുമായിരുന്ന സുൽഫത്തിനെ കാണാൻ മമ്മൂക്ക കുടുംബസമേതം പെണ്ണുവീട്ടിലെത്തിയത്. ആദ്യം 1-2 പെണ്ണുകാണൽ കഴിഞ്ഞതിന് ശേഷം 3ാമതായാണ് സുലുവിനെ മമ്മൂട്ടി കാണുന്നത്. മമ്മൂട്ടിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ സുൽഫത്തിനെ ഇഷ്ടമായി. അധികം വൈകാതെ തന്നെ പരമ്പരാഗത മുസ്ലിം വിവാഹ ചടങ്ങുകൾ അനുസരിച്ച് സുൽഫത്ത് മമ്മൂട്ടിയുടെ ജീവിത സഖിയായി. അന്ന് സുൽഫത്ത് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്ന സുൽഫത്ത് പിന്നീട് പഠനം പൂർത്തിയായെങ്കിലും ഡിഗ്രി പ്രവേശനം നേടിയില്ല. എന്നാൽ സുൽഫത്തിന്റെ വരവ് ഒരു ഭാഗ്യനക്ഷത്രമായിട്ടാണെന്ന് തിരിച്ചറിയാൻ മമ്മൂട്ടിക്ക് പിന്നെ അധിക കാലതാമസമൊന്നും വേണ്ടി വന്നില്ല. എന്നാൽ വിവാഹം കഴിഞ്ഞ് 7ാം നാൾ മേള എന്ന KG ജോർജ് ചിത്രത്തിൽ വിജയൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തിയത് കരിയറിലെ ഒരു പ്രധാന
വഴിത്തിരിവിലേക്കായിരുന്നു. തൊട്ടടുത്ത വർഷം തൊട്ട് കൈനിറയ ചിത്രങ്ങളായിരുന്നു മമ്മൂട്ടിയെ തേടിയെത്തിയത്. 30-ാം വയസ്സിൽ സുൽഫത്തിലൂടെയും മമ്മൂട്ടി തന്റെ ഭാഗ്യം തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് വിവാഹത്തിന്റെ 3-ാം വർഷം മകൾ സുറുമിയെ 4 വർഷം കഴിഞ്ഞപ്പോൾ മകൻ ദുൽഖറും ജനിച്ചത്. മമ്മൂട്ടി കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. സുറുമിയുടെയും ദുൽഖറിന്റെയും പ്രഥമ വിദ്യാഭ്യാസം അവിടെയായിരുന്നു. പിന്നീടാണ് കൊച്ചി പനമ്പള്ളി നഗറിലേക്ക് മാറിയത്. ഇരുവരുടെയും 45-ാം വിവാഹ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം. 45-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മകൻ ദുൽഖർ സൽമാൻ ആശംസ അറിയിച്ച് പങ്കുവച്ച പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. 45 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ചെറിയൊരു ലോകം നിങ്ങൾ സൃഷ്ടിച്ചു. ആ ലോകത്തിന്റെ ഭാഗമാകാനും സ്നേഹം അനുഭവിക്കാനും കഴിഞ്ഞ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വിവാഹ വാർഷികാശംസകൾ നേരുന്നു. ഇതിനൊപ്പം യാത്രയ്ക്കിടെ എടുത്ത മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും ചിത്രങ്ങളും ദുൽഖർ പങ്കുവച്ചിട്ടുണ്ട്. ഇവരുടെ കുടുംബത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ഫാമിലി മാനാണ് മമ്മൂട്ടി. കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ് തനിക്ക് മമ്മൂട്ടി എന്നാണ് സുൽഫത്ത് പറയാറുള്ളത്. കൂടാതെ കുടുംബത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആളാണ് തന്റെ ഭർത്താവെന്ന് പലപ്പോഴും സുൽഫത്ത് പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ആൾ കൂടിയാണ് മമ്മൂട്ടിയെന്നും സുൽഫത്ത് പലകുറി പറഞ്ഞിട്ടുണ്ട്. സുലു എന്നാണ് മമ്മൂട്ടി സുൽഫത്തിനെ വിളിക്കുന്നത്. ഇരുവരും നല്ല സുഹൃത്തുക്കൾ കൂടിയാണെന്നതാണ് ഇവരുടെ ദാമ്പത്യ വിജയത്തിന്റെ രഹസ്യം. മമ്മൂട്ടിയുടെ സിനിമാ കരിയറിലും വ്യക്തിജീവിതത്തിലും അന്നും ഇന്നും താങ്ങും തണലുമായി സുൽഫത്ത് നിലനിൽക്കുന്നുണ്ട്. മലയാള സിനിമയ്ക്കകത്തെ മാതൃകാ ദമ്പതികളായി മാറിയ മമ്മൂട്ടിയും സുൽഫത്തും മകൻ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള യുവാക്കൾക്ക് മാതൃകയാണ്. മമ്മൂട്ടിയുടെ മകൾ സുർബി വിവാഹം കഴിച്ചത് കാർഡിയോ വിഭാഗം സർജൻ ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദിനെയാണ്. ചെന്നൈയിൽ ആർക്കിടെക്റ്റായി അമാൽ സുഫിയ ആണ് ദുൽഖറിന്റെ ഭാര്യ.